വെൽക്കം. തഹ്മാനാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം അനാട്ടമി ആൻഡ് ഫിസിയോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 7ാമത്തെ വീഡിയോയിലെത്തി. ആൻഡ് ഇത് ഈസ് അബൌട്ട് ഇ സി ജിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ ഹൃദയം ഒരു പമ്പിംഗ് ഓർഗൻ ആണ്, ഡബിൾ സൈഡഡ് പമ്പാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് കാണുന്നത്, ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ഹാർട്ട്. സോ ഹൃദയം ഉണ്ടാക്കുന്ന ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അളന്നു നോക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ECG. സോ ഡിസ്ക്രൈബ് ECG ഓർ എക്സ്പ്ലെയിൻ ECG എന്ന് വെച്ചാൽ എന്തൊക്കെ എഴുതണം, എന്തൊക്കെ പോയിന്റുകളാണ് പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേ ടു ടോക്ക് അബൌട്ട് ദ പ്രിൻസിപ്പിൾ. ആദ്യം ഈ ECGയുടെ പ്രിൻസിപ്പിൾ എന്താണെന്നൊന്ന് അറിയണം. 2 ECGക്ക് ഉപയോഗിക്കുന്ന ലീഡ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് അറിയണം. 3 ECG ഇതിൽ ഡയറക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ആർ ദ ഡയറക്ഷൻ ഓഫ് ECG. 4 ECG പേപ്പർ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. 5 ECG വേവ്സിനെ കുറിച്ച് അറിയണം. സാധാരണ ECG വേവ്സിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ പിള്ളേർ എഴുതാറുള്ളൂ. ദെൻ യൂസസ്, 6ാമത്തെ കാര്യം യൂസസ് ഓഫ് ECG. ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴാണ് ആ ECGയെ കുറിച്ച് കംപ്ലീറ്റ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കെങ്കിലും വേണം. ഓക്കെ, പരീക്ഷയിൽ എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറയുന്നത് ECGയുടെ പ്രിൻസിപ്പിളാണ്. ഈ പ്രിൻസിപ്പിൾ പക്ഷേ പല ആൾക്കാർക്കും അത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ പരമാവധി പറഞ്ഞു നോക്കാം. മനസ്സിലായില്ലെങ്കിൽ അത് അങ്ങോട്ട് വിട്ടേക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ സിമ്പിളാണ് സത്യം. സോ വാട്ട്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ECG? ഇവിടെ നമ്മൾ അളക്കുന്നത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ്, ഒരു കറണ്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് അളക്കാൻ പറ്റുള്ളൂ. സോ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ് നമുക്ക് അളക്കേണ്ടത് അല്ലെങ്കിൽ അളക്കുന്നത്. ഹൃദയത്തിനകത്ത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ഉണ്ടാകുന്ന ഈ ഇലക്ട്രിക്കൽ കറണ്ട് നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങളിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. നമുക്ക് ഓരോ തവണ ഹൃദയത്തിനകത്തോട്ട് കയറി അവിടെ എന്ത് കറണ്ടാണ് ഉണ്ടാവുന്നത് നോക്കാൻ പറ്റുമോ? ഇല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. നമുക്ക് ചെയ്യാവുന്നത് ശരീരത്തിന്റെ സർഫസിൽ എന്തെങ്കിലും ചെയ്തിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ പറ്റുക. സോ നമ്മൾ ഈ കറണ്ട്, ഹൃദയത്തിലൂടെ പോകുന്ന കറണ്ട്, നമ്മുടെ സർഫസിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ പഠിക്കുക. സോ ഹൃദയത്തിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ കറണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം നമ്മൾ റെക്കോർഡ് ചെയ്ത് പഠിക്കുന്നതാണ് ECG എന്ന് പറയും. സോ ഉദാഹരണം, ഇത് എൻ്റെ വലത്തെ കൈയാണ്. ഓക്കെ, വലത്തെ കൈ, ഇത് ഇടത്തെ കാൽ. അപ്പോൾ വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് ഇങ്ങനെ ഒരു കറണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ കറണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രോഡ് പിടിപ്പിക്കുന്നു, ഇവിടെ ഒരു ഇലക്ട്രോഡ് പിടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലീഡ് 2 ആണിത്. ഓക്കെ, ഇതേപോലെ ഒരുപാട് ലീഡ്സ് ഉണ്ട്, അത് ഞാൻ പറയാം. സോ ലീഡ് 2 നമ്മൾ ഉദ്ദേശിക്കുന്നത് വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് കറണ്ട് പോകുന്നു എന്ന സങ്കല്പമാണ്. ഇനി ഇത് നമ്മൾ അളന്നു നോക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഈ വ്യത്യാസം, ഇലക്ട്രിക്കൽ ചാർജ് മൂലം ഈ ലീഡിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ റെക്കോർഡിംഗ് ഓഫ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് of our body surface. So ഇതാണ് ഒരു ബോഡി സർഫസ്, ഇതാണ് രണ്ടാമത്തെ ബോഡി സർഫസ്. 2 points of our body surface as electrical signal propagation of the heart. ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊപ്പഗേഷൻ ഓഫ് ദ ഹാർട്ട് ആയിട്ട് നമ്മൾ അളന്ന് പഠിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ECG എന്ന് പറയുക. ഞാൻ ഈ പറഞ്ഞത് ലീഡ് 2 ആണ്. ഇതേപോലെ ഒരുപാട് ലീഡുകൾ ഉണ്ട്. സോ ഈ മെക്കാനിസം ഇത് അളന്നു നോക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഭയങ്കര ഫീബിൾ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ടേ അളക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് മെക്കാനിസം കണ്ടുപിടിച്ചത് എയ്ൻതോവൻ വില്യം ആണ്. ECG എന്ന് പറയുന്ന ഈ സംഭവം കണ്ടുപിടിച്ചത്. ഇറ്റ്സ് എ ഡച്ച് ഫിസിഷ്യൻ. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ ബോഡിയിലെ 2 ഭാഗത്തെ ഇലക്ട്രിക്കൽ കറണ്ട് അളന്ന് കണ്ടുപിടിക്കുകയാണ് ECGയിൽ. സോ ഈസിയാണ്. ഹൃദയം എന്താണ്, ഹൃദയത്തിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ന് വെച്ചാൽ അത് ബോഡി സർഫസിൽ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ മെത്തേഡിനെ നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാഫി എന്നാണ് പറയാം. സോ മെത്തേഡ് ഓർ ടെക്നിക്കിനെ നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാഫി എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇതിനുള്ള ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്, ഈ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ കാർഡിയോഗ്രാഫ്, ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നാണ് പറയാം. ഇൻസ്ട്രുമെന്റ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. അപ്പോൾ അളന്ന് കിട്ടുന്ന ആ പേപ്പറിൽ ഇങ്ങനെ കാണുന്നത്, അതിനെ നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോകാർഡിയോഗ്രാം, ആ ECG കിട്ടുന്ന പേപ്പറിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇതിനെ EKG എന്നും പറയാം കേട്ടോ, EKG. സോ ഡച്ച് ആണ് ആ ഭാഷയിൽ. കാർഡിയോ എന്നതിന് Kയും ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് ECG ലീഡ്സ് ഓഫ് ദ ECG ആണ്. ലീഡ്സ് നമ്മുടെ മേത്തൊക്കെ ECG പിടിപ്പിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഒന്നുകൂടി. സോ ഇവിടെ പിടിപ്പിക്കും, ഇവിടെ പിടിപ്പിക്കും. ദെൻ പിന്നെ ഒരെണ്ണം എർത്തായിട്ട് പിടിപ്പിക്കും. പിന്നെ നമ്മുടെ
ഇവിടെയാണ്, ചെസ്റ്റിലാണ് പിടിപ്പിക്കുക. ചെസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് പിടിപ്പിച്ചു പോവുക. ഓക്കെ, ആൻഡ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഈ V1 മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിലുള്ള, ബാക്കി എല്ലാം ലെഫ്റ്റ് സൈഡിലാണ്. സോ V1 to V6. സോ ഇങ്ങനെ മൊത്തത്തിൽ ഒരു 12 ലീഡ്സുകളാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എർത്ത് ഉൾപ്പെടെ പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞെന്തായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കറണ്ട്, ഇതാണ് ലീഡ് 2 എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നമുക്ക് അളക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളക്കാം. സി വി ക്യാൻ ഹാവ് ഡിഫറെൻറ്റ്, ഓരോ ലീഡ്സിലേക്കുമുള്ള പോയിന്റുകൾ നമുക്ക് അളക്കാം. പക്ഷേ നമ്മൾ സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ സ്റ്റാർട്ടർ, ഫിസിയോളജി പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലീഡ് 2 മതി. സോ ഈ ലീഡ് 2നെ കുറിച്ചിട്ടാണ് നമ്മൾ, കാർഡിയോളജിസ്റ്റ് ബാക്കി ലീഡുകളൊക്കെ പറയും, നോക്കും അവരെന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ഡയഗ്നോസിസ് ചെയ്യുക. ഫോർ അസ് വി നീഡ് ഓൺലി ലീഡ് 2. സോ ലീഡ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡ് 2 ഈസ് ഫ്രം ദ റൈറ്റ് സൈഡ് ടു ദ ലെഫ്റ്റ് സൈഡ്. കറണ്ട് ഇങ്ങനെ പോകുന്നു, ഇതിനെ ഹൃദയം എങ്ങോട്ടേക്ക് സ്വാധീനം. സോ ദർ ഇസ് എ ഡയറക്ഷൻ, ഇവിടെ ഒരു ഡയറക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഡയറക്ഷനിൽ പോകുന്ന കറണ്ടിനെ ഹൃദയത്തിന്റെ കറണ്ട് മൂലം അതിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതാണ് നമ്മൾ ലീഡ് 2ൽ നോക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുതിയത് ഡയറക്ഷൻസ് ആണ്. സോ ഡയറക്ഷൻസോ ECG നമ്മൾ നോക്കൂ, ECG ഒന്ന് മുകളിലേക്കാണ് പോയിരിക്കുന്നത്, ഇത് ഇങ്ങനെ നേരെ പോവുകയാണ്. ഓക്കെ, ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറയും. അതായത് താഴത്തേക്കാണ് പോകുന്നത്, പിന്നെ മുകളിലേക്ക് പോകുന്നു, മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴത്തേക്ക് വരികയാണ്, ദെൻ വീണ്ടും മുകളിലേക്ക് പോകുന്നു. സോ ദർ ഈസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഡയറക്ഷൻ ഉണ്ട്, ഫ്ലോ ഓഫ് ചാർജും ഉണ്ട്, രണ്ടും കൂടി ഉള്ളതിനെ നമ്മൾ വെക്ടർ എന്നാണ് വിളിക്കുക. സോ ദിസ് ECG കറണ്ട് ഈസ് എ വെക്ടർ ആണ്, ബിക്കോസ് ദർ ഈസ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ദർ ഈസ് ഡയറക്ഷൻ. സോ മുകളിലേക്ക് പോകുന്നതിനെ നമ്മൾ അപ്വേർഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയും, താഴത്തേക്ക് പോകുന്നതിനെ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ എന്നും. സോ ദർ ഈസ് 3 അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ട്, 2 ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻസ് ഹൃദയത്തിലുണ്ട്. സോ ഇതാണ് നമുക്ക് വെക്ടർ ഓർ ഡയറക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ECG നമ്മൾ അളന്ന് ഈ പടം കിട്ടുന്നത് നമുക്കൊരു പേപ്പറിലാണല്ലോ. സോ ആ ECG പേപ്പറിനെ കുറിച്ച് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. സോ ഇത് Y ആക്സിസ് ആണ് ആൻഡ് ദർ ഇസ് ആൻ X ആക്സിസ്. ഈ Y ആക്സിസ് മില്ലി വോൾട്ട് ആണ്. സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റേ അല്ല, എത്ര വോൾട്ടേജ് ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല, നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. X ആക്സിസ് ആണ് പ്രധാനം. X ആക്സിൽ എത്ര സമയം, അല്ല ഇവിടെ ഇത്തിരി സമയം കൂടുതലെടുത്താൽ ഹൃദയത്തിന്റെ ആ ഭാഗം കൂടുതൽ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. സോ ദിസ് ഡ്യൂറേഷൻ ഇൻ സെക്കൻഡ്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്, ടൈം ഡ്യൂറേഷൻ ഇൻ സെക്കൻഡ്. ആൻഡ് ഇങ്ങനെയുള്ള ഈ ഇതിനെ നമ്മൾക്ക് ഒരു ഗ്രിഡ് എന്നാണ് പറയുക. ECG നമ്മൾ അളക്കുന്ന ഒരു ഗ്രിഡ്. ഓക്കെ, ECG ഗ്രിഡ് എന്നാണ്. ഈ ഗ്രിഡിൽ ഏറ്റവും ചെറുത് ഇതാണ്, ഒരു ഏറ്റവും ചെറിയൊരു ഗ്രിഡ്. സോ ഇത് 0.4 സെക്കൻഡ്സ് ആണ് നമ്മൾ സമയത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു 1 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ഒരു സംഭവമാണ്, 1 മില്ലിമീറ്റർ ഉള്ള. ഇനി 1, 2, 3, 4, 5, അഞ്ചാമത്തത് ഇത് ഹൈലൈറ്റഡ് ആണ്. ഇത് ഹൈലൈറ്റഡ് ആണ് കാണാം. ഓക്കെ, അഞ്ചാമത്തെ ലൈൻ ഹൈലൈറ്റഡ് ആണെങ്കിൽ അപ്പോൾ ഇത് മൊത്തം 0.2 സെക്കൻഡ്സ് ആണ്. 0.04 × 5 0.2 ആണെന്ന് നമുക്കറിയാം. സോ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് അപ്പോൾ എത്ര ബോക്സ് ആണ്? ഇത് 0.2, 0.4, 0.6, 0.8, പിന്നെ ഒരെണ്ണം കൂടി ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ നമുക്ക് 1 സെക്കൻഡ് എന്ന് പറയാം. ഒരു ഹൃദയമിടിപ്പിന് എത്ര സെക്കൻഡ് വേണം? ഹൃദയമിടിപ്പിന് 1 സെക്കൻഡ് വേണ്ട, 0.8 സെക്കൻഡ് മതി. അതായത് 4 കോളം, 1 കോളം, 2 കോളം, 3 കോളം, 4 കോളം വരുമ്പോഴത്തേക്കും ഒരു ഹൃദയമിടിപ്പ് പൂർത്തിയാകും. പക്ഷേ എങ്കിലും 1 സെക്കൻഡ് ഇവിടം വരെ നമുക്ക് വരയ്ക്കും. സോ ECG പടം നമുക്ക് ഏകദേശം 0.8 സെക്കൻഡ്സ് നീളത്തിലേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ECG വേവ്സിലേക്ക് എത്തി. വേവ്സിനെ പറ്റി പറയാം. പ്രധാനമായിട്ടും ഒരു P വേവ് ഉണ്ട്, ഇതാണ് P വേവ്. ദെൻ ഇതൊരു QRS, ഇതാണ് QRS കോംപ്ലക്സ് എന്നാണ് പറയാ. ദെൻ പ്രധാനമായിട്ട് ഒരു T വേവ്. സോ ഇതെല്ലാം ആരംഭിക്കുന്ന ഈ ഒരു സിംഗിൾ പോയിന്റ്, ഒരു ലൈൻ നടുവിലാണ്. അതിനെ നമുക്ക് ഐസോ ഇലക്ട്രിക് ലൈൻ എന്നാണ് പറയാ. ഐസോ ഇലക്ട്രിക് പോയിന്റ് ഓർ ലൈൻ എന്നും നമുക്ക്. ഈ P വേവ് എന്തുവാ? P വേവ് ഈസ് ഏട്രിയയുടെ കൺട്രാക്ഷൻ, ഏട്രിയൽ ഡീപോളറൈസേഷൻ. QRS ഈസ് വെൻട്രിക്കിൾ ഡീപോളറൈസേഷൻ ആണ്. ദെൻ T വെൻട്രിക്കിൾസിന്റെ റീപോളറൈസേഷൻ. ദെൻ ദിസ് P, ഈ P മുതൽ Q വരെയുള്ള ഇവിടം വരെയുള്ളതിനെ നമ്മൾ PQ ഇന്റർവൽ എന്നോ PR ഇന്റർവൽ എന്നോ പറയും. ഓക്കെ, ആൻഡ് ഈ S മുതൽ ഇവിടെ S മുതൽ T വരെയുള്ളത് നമ്മൾ ST ഇന്റർവൽ എന്ന് പറയും. ദെൻ Q മുതൽ T വരെയുള്ളതിനെ QT ഇന്റർവൽ എന്ന് പറയും. സോ ഇവിടെ ഉണ്ട് ST സെഗ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു 3 ഡിഫ്ലക്ഷൻ മുകളിൽ
മുകളിലേക്കുണ്ട്, പി ഉണ്ട്, ആർ എസ് ഉണ്ട് ആൻഡ് ടി ഉണ്ട്, ക്യു ആർ എസ്. ദെൻ ഒരെണ്ണം ക്യൂ താഴേക്കുണ്ട്, എസ് താഴേക്കുണ്ട്, രണ്ടെണ്ണം താഴേക്ക്. സോ ഇതൊക്കെ വെക്ടർ ആണെന്ന് പറഞ്ഞു. ഡയറക്ഷൻ, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഡിഫ്ലക്ഷൻസ് ഉണ്ടാകും. ആദ്യം നമ്മൾ പറയുന്നത് പി വേവിനെ കുറിച്ചിട്ടാണ്. ഇതാണ് പി വേവ്, ഇതിനെ കുറിച്ചിട്ടാണ്. സോ ഇത് ബിക്കോസ് ഓഫ് ഏട്രിയൽ കൺട്രാക്ഷൻ മൂലമാണ്, അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ. കൺട്രാക്ഷൻ നമുക്ക് ഡീപോളറൈസേഷൻ മൂലമാണ് എന്ന് പറയാം. സോ ദിസ് ഈസ് ഏട്രിയൽ കോംപ്ലക്സ് ആണെന്ന് പറയാം. എസ് എ നോഡിൽ നിന്ന് തുടങ്ങി 2 ഏട്രിയ മുഴുവൻ ദെൻ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഉണ്ടാകും. സോ ആദ്യം പോസിറ്റീവ് ചാർജ് അകത്തേക്ക് കയറും, ദെൻ പോസിറ്റീവ് പുറത്തേക്ക് പോകും. സോ പുരയ്ക്ക് പോകുന്നു, താഴത്തേക്ക്. ഓക്കെ, സോ ഐസോ ഇലക്ട്രിക് പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു, ഐസോ ഇലക്ട്രിക് പോയിന്റിലേക്ക് എത്തുന്നു. മൊത്തം എത്ര സമയമുണ്ട് എന്ന് വെച്ചാൽ 0.08 സെക്കൻഡ്സ് ആണ്. ആൻഡ് ദിസ് ഇസ് ആൻ അപ്വേർഡ് ഡിഫ്ലക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ് എ നോട്ട് പി വേവിനെ കുറിച്ച് പറയാം. ഇനി അടുത്ത നമുക്ക് പി ആർ ഇന്റർവൽ ഓർ പി ക്യു ഇന്റർവൽ ആണ്. ശരിക്കും അത് ഇവിടെ നിന്ന് ഇവിടം വരെയാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഭാഗത്തേക്ക് പറയാം. ഈ ഭാഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇറ്റ്സ് ആൻ ഐസോ ഇലക്ട്രിക് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ലൈൻ ആണ്. ഇവിടെ ഡിഫ്ലക്ഷനോ അപ്വേർഡോ ഡൗൺവേർഡോ ഡിഫ്ലക്ഷനോ ഒന്നുമില്ല. ആക്ച്വലി ദിസ് ഈസ് ഡ്യൂ ടു ഡീപോളറൈസേഷൻ ആണ്. ഡീപോളറൈസേഷൻ ഓഫ് വാട്ട്? ഡീപോളറൈസേഷൻ ഓഫ് ഹൃദയത്തിന്റെ കണ്ടക്ടിങ് സിസ്റ്റം. കണ്ടക്ടിങ് സിസ്റ്റം വെച്ചാൽ എസ് എ നോഡ് കഴിഞ്ഞു ബാക്കിയുള്ള എസ് എ നോഡിൽ നിന്ന് എ വി നോഡിലേക്കൊക്കെ കണ്ടക്ട് ചെയ്യുന്ന അതിന്റെ കണ്ടക്ടിങ് സിസ്റ്റത്തിന്റെ കൺട്രാക്ഷൻ മൂലമുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ആണ്. പക്ഷെ അതൊരു മസിലൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഒരു ഡിഫ്ലക്ഷൻ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് 0.08 സെക്കൻഡ്സ് തന്നെയാണ് ഇതും. ആൻഡ് ടോട്ടൽ, അപ്പൊ ഇത് മൊത്തം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 0.16 സെക്കൻഡ്സ് ആയി. ഓക്കെ, എന്താണ് പി ക്യു ഇന്റർവൽ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇന്റർവൽ മൊത്തം നമ്മൾ കൂട്ടുകയാണെങ്കിൽ 0.16 സെക്കൻഡ്സ് ആയി. സോ ഇത് ഡിഫ്ലക്ഷൻ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ഡ്യൂ ടു കണ്ടക്ഷൻ സിസ്റ്റം. കണ്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഡീപോളറൈസേഷൻ ആണ് ഈ കാണുന്നത്. ഇനി അടുത്ത ഫേസ് ഇ സി ജിയുടെ ക്യു ആർ എസ് ആണ്. ഇത് ക്യു ആണ്, ഇത് ആർ ആണ്, ഇത് എസ്. ക്യു ആർ എസ് കോംപ്ലക്സ്. സോ ഇത് എന്തുവാണ്? ഇത് ഹൃദയത്തിന്റെ വെൻട്രിക്കിൾസ്. സോ ഹൃദയം ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, വലുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് ആർക്കിൾ, ഇതാണ് വെൻട്രിക്കിൾ. ഈ 2 വെൻട്രിക്കിളിന്റെയും കൺട്രാക്ഷൻ ഓർ ഡീപോളറൈസേഷൻ ആണ്. റാപ്പിഡ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ്. അതുകൊണ്ടാണ് ഇത്രയും സോ തുടങ്ങുന്നത് താഴേക്കുള്ള ഒരു ഡിഫ്ലക്ഷൻ ആണ്, ക്യൂ താഴേക്കാണ്. ദെൻ മുകളിലേക്ക് ലാർജ് അപ്വേർഡ് ഡിഫ്ലക്ഷൻ ആണ്. ഒരു ട്രയാങ്കുലർ വേവ് പോലെ ആയിരിക്കും വരിക. ദെൻ താഴേക്ക്, ഇതാണ് ആർ വേവ്. ദെൻ താഴേക്ക് വരുന്നു, വീണ്ടും ഐസോ ഇലക്ട്രിക് പോയിന്റിൽ നിന്ന് താഴേക്ക് പോകുന്നു, ഡിഫ്ലക്ട് ചെയ്യുന്നു, അതാണ് എസ് വേവ്. ദെൻ തിരിച്ച് വീണ്ടും ഐസോ ഇലക്ട്രിക് പോയിന്റിലേക്ക് വരും. സോ ഇത് മൊത്തം 0.08 സെക്കൻഡ്സ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ആദ്യം ഇത് താഴേക്ക് വരാൻ കാരണം? സോ ഇവിടെ നമ്മൾ എസ് എ നോഡിൽ നിന്ന് എ വി നോഡിലേക്ക് ഇത് വരുന്നു. ഓക്കെ, പിന്നീട് നമ്മളിതിങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന ഇവിടെ സെപ്റ്റത്തിലേക്കാണ് ഇത് ഇങ്ങനെ വിടുന്നത്. സെപ്റ്റത്തിലേക്ക് ഇവിടെ വന്ന് ഇവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചു വരികയാണ്. ഓക്കെ, സോ ആ തിരിച്ചു വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ടാണ് താഴേക്ക് ഇതൊരു ഡിഫ്ലക്ഷൻ വന്നത്. ഓക്കെ, സോ ദാറ്റ് എസ് വേവ് ഈസ് ക്യൂ വേവ് ഈസ് താഴേക്കാണ്. ഡിഫ്ലക്ഷൻ താഴേക്ക് വരാൻ കാരണം ബിക്കോസ് ഈ ഇന്റർവെൻട്രിക്കുലാർ അല്ലെങ്കിൽ ദിസ് സെപ്റ്റത്തിനകത്ത് നടക്കുന്നതാണ്. ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റത്തിലുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ദെൻ താഴേക്ക് വരുന്നു, ദെൻ വീണ്ടും മുകളിലേക്ക് മൊത്തം വ്യാപിക്കുന്നു. സോ അതാണ് ആർ ക്യു ആർ എസിലെ ആർ കോംപ്ലക്സ്. ആർ വേവ് ഇസ് എ സ്പൈക്ക് ആണ്. സോ ക്യു ആർ എസ് ഇസ് ബിഗ്, വെരി ബിഗ് ആണ്. ദെൻ വീണ്ടും എസ് വേവ് താഴേക്കാണ് വരുന്നത്. ഈ താഴേക്ക് വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയത് ഹൃദയത്തിന്റെ പിറകുവശമാണ്, ഡിഫ്ലക്ഷൻ പുറകുവശമാണ്. സോ അതിന്റെയും നമ്മൾ പറഞ്ഞു മുകളിലേക്കും താഴത്തേക്കും വരാൻ കാരണം എന്ന് വെച്ചാൽ വേവ് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പോകുന്നത്. വേവിന്റെ ഡയറക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വേവ് പുറകിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഡയറക്ഷൻ വീണ്ടും താഴേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ദിസ് എസ് കോംപ്ലക്സ് ഇസ് ഡൗൺ, താഴേക്കാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി അടുത്തത് എസ് ടി സെഗ്മെന്റ് ആണ്. ഇതാണ് എസ് ടി സെഗ്മെന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കും. സോ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പ്ലേറ്റോ ഫേസ് ആണ്, ഐസോ ഇലക്ട്രിക് ആണ്. ഓക്കെ, ബിക്കോസ് സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ഇത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷന്റെ പ്ലേറ്റോ ഫേസ് ആണ്. പ്ലേറ്റോ ഫേസ് ഇപ്പൊ നിങ്ങൾ ഇത് ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇവിടെ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഇത് സെല്ലാണെങ്കിൽ കാൽഷ്യം, എൽ ടൈപ്പ് കാൽഷ്യം ചാനൽ തുറക്കുന്നു, കാൽഷ്യം അകത്ത് കയറുന്നു, പക്ഷെ പൊട്ടാസ്യം പുറത്തേക്ക് പോകും. കാൽഷ്യം അകത്ത് കയറുന്നു, പൊട്ടാസ്യം പുറത്തു പോകും. സോ അതുകൊണ്ട് ദർ ഈസ് നോ നെറ്റ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. നെറ്റ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്ട്രെയിറ്റ് ആണ്, സെയിം ആണ്.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്കും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ടെങ്കിലും വ്യത്യാസമൊന്നുമില്ല. രണ്ടും പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് പുറത്തേക്ക് പോകുന്നു, പോസിറ്റീവ് അകത്തേക്ക്. സോ അതുകൊണ്ട് ഇസ് ആൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതും 0.08 സെക്കൻഡ്സ് ആണ്. സോ ദിസ് ദ പ്ലേറ്റ് ഓഫ് ഫേസ്. ആൻഡ് ST സെഗ്മെന്റ് തുടങ്ങുന്ന ഈ പോയിന്റിനെ നമ്മൾ J പോയിന്റ് എന്നാണ് വിളിക്കുക. J പോയിന്റ്. ഇനി അടുത്തത് ദിസ് ഇസ് T വേവ് ആണ്. ഇത് വെൻട്രിക്കിൾസിന്റെ റീപോളറൈസേഷൻ ഫേസ് ആണ്. റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ചുരുങ്ങി അത് റിലാക്സ് ചെയ്യുകയാണ്. വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ഡോം ഷേപ്പ് ആണ്. നോക്കി അറിയാം, ഇറ്റ്സ് എ ഡോം ഷേപ്ഡ്. അപ്വേർഡ് ഡിഫ്ലക്ഷൻ ആണ്, മുകളിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആണ്. ആക്ച്വലി ഹൈറ്റ് കുറവാണ്, പക്ഷേ QRSനേക്കാൾ വൈഡ് ആണ്. നോക്കുക, ഇത് ഇത്രേ ഉള്ളൂ, പക്ഷേ ഇത് QRSനേക്കാൾ വൈഡ് ആണ് സംഭവം. സോ ഇതൊരു സ്ലോ പ്രോസസ് ആണ്. ഇതിന് 0.16 മില്ലി സെക്കൻഡ്സ് വേണം. ഇത്രയൊക്കെ 0.8 സെക്കൻഡ്സ് ആണ് പറഞ്ഞത്. പക്ഷേ ഇത് 0.16 സെക്കൻഡ്സ് വേണം, മില്ലി സെക്കൻഡ്സ് വേണം. ഓക്കെ, ഇതെല്ലാം മില്ലി സെക്കൻഡ്സ് ആണ്. 0.08 എന്ന് പറഞ്ഞാൽ ഓക്കെ, മില്ലി സെക്കൻഡ്. സോ ഇത് സ്പൈക്ക് തീർന്നു, ലാസ്റ്റ് ഒറിജിനൽ ആയിരുന്നു. സോ വീണ്ടും ഐസോ ഇലക്ട്രിക് പോയിന്റിലേക്ക് എത്തുന്നു. ഇനി കാണുന്നത് ദിസ് വൺ ഈ 0.32 സെക്കൻഡ്. ഇത് ഹൃദയം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത്. ഹൃദയത്തിലെ വെൻട്രിക്കിൾസ് പതിയെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വെൻട്രിക്കിൾസിനകത്തേക്ക് ബ്ലഡ് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കൺട്രാക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. സോ QT ഇന്റർവെൽ. സോ ഇതാണ് QT ഇന്റർവെൽ എന്ന് പറയുന്നത്. QT ഇന്റർവെൽ എന്ന് പറയുന്നത് വെൻട്രിക്കിൾസിന്റെ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ചേർന്നിട്ടുള്ള ഫേസ് ആണ്. സോ ദിസ് ഈസ് ഡീപോളറൈസേഷൻ, ദിസ് ഈസ് റീപോളറൈസേഷൻ. സോ ആക്ച്വലി വെൻട്രിക്കിൾസിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് QT ഇന്റർവെൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട്. സോ ലാസ്റ്റ്ലി നമുക്കിനി യൂസസ് ഓഫ് ECG വെച്ച് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, സോ ECG ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് അല്ല ഡയഗ്നോസിസ് ചെയ്യാനായിട്ട്. ഹൃദയത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ ഡയഗ്നോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ടൂളാണ് ECG. സോ ഹേർട്ട് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അറിയാൻ പറ്റും. 2 ഹേർട്ടിന്റെ റിതം നമുക്ക് അറിയാൻ പറ്റും. ഈ അബ്നോർമൽ എന്തെങ്കിലും ഹൃദയത്തിൽ അബ്നോർമാലിറ്റി ഉണ്ടോ, അബ്നോർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പാറ്റേൺ ഓഫ് ദ ഹാർട്ട്. സോ അബ്നോർമാലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ഹൃദയത്തിന്റെ ബ്ലഡ് ഫ്ലോ നമുക്കറിയാൻ പറ്റും. ഹൃദയത്തിന്റെ ബ്ലഡ് ഫ്ലോ പാറ്റേൺ ഒക്കെ നമുക്കറിയാൻ പറ്റും. ഹൃദയത്തിൽ ഇഷ്കീമിക് സ്റ്റേറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ദെൻ 4 ഹേർട്ട് അറ്റാക്ക് ഒക്കെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ MI, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദെൻ ഹൃദയത്തിന്റെ കൊറോണറി ആർട്ടറി ഡിസീസസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാനും അറിയാനായി. ദെൻ ഹൃദയത്തിന്റെ ഏതെങ്കിലും ചേംബറിന് ഹൈപ്പർപ്ലാസിയ അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും നമുക്കറിയാൻ പറ്റും. സോ ഇതൊക്കെ ഇതിന്റെ യൂസസ് ആണ്. സോ ഹൃദയം ശരിയായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയാനായിട്ട് പറ്റും. സോ ദിസ് about ECG. സോ ECG എന്ന് വെച്ചാൽ ഇതെന്താണ്, P എന്താണ്, QRS എന്താണ്, T എന്താണെന്ന് എഴുതൽ മാത്രമല്ല ECG. ഇത്രയും ഹെഡിങ്സ് കൂടി എഴുതിയാലാണ് ഫുള്ളായിട്ട് കാര്യങ്ങളാവത്തുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ECG. താങ്ക് യു ഫോർ വാച്ചിങ്.